സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം പ്രസവമുറി. പ്രസവമുറി വായുവിന്റെയും സൂര്യപ്രകാശത്തിന്റെയും വരവിനും നിരോധത്തിനും പാകമായ വാതായനങ്ങളോട് കൂടിയതും വിസ്താരമേറിയതുമായിരിക്കണം. ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥത്തിലേത്. പ്രിയരെ, ഒരു കുഞ്ഞിനെ പിറവി ഈ പ്രകൃതിയിലെ ഏറ്റവും മഹത്വമേറിയ ഒരു മുഹൂർത്തമാണ്. ആ കുഞ്ഞിനെ ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിച്ച പ്രകൃതീശ്വരി തന്നെയാണ് അമ്മയുടെ ഉദരത്തിലിരുന്ന് അതിനെ പരിചരിച്ചതും ചൂടും തണുപ്പും വേണ്ടവിധം ക്രമീകരിച്ചും അന്നപാനാദികൾ അമ്മയിൽ നിന്ന് വേർതിരിച്ചെടുത്ത് അതിനിണങ്ങുന്ന മാതിരി നൽകിയും ആ കുഞ്ഞിനെ ലോകത്തിലേക്ക് വരാൻ കെൽപ്പുള്ളതാക്കി തീർത്തതും പ്രകൃതി മാതാവാണ്. ഇങ്ങനെ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് വരുവാൻ സജ്ജമായിരിക്കുന്ന കുഞ്ഞിനെ പ്രസവിക്കുവാൻ ഒരുക്കിയെടുക്കുന്ന മുറി യഥേഷ്ടം വായുസഞ്ചാരത്തിനും സൂര്യപ്രകാശത്തിനും വരവിനും പോക്കിനും ഏറ്റവും യോഗ്യമായ നിലയിലുള്ളതായിരിക്കണം. ഇടുങ്ങിയതും വൃത്തിഹീനവുമായ മുറി ഒരിക്കലും പ്രസവത്തിനായി തിരഞ്ഞെടുക്കരുത്. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും പരിചരണത്തിനും സന്തോഷത്തിനും വിസ്താരമുള്ളതും ആവശ്യത്തിന് ജനാലകളുള്ളതുമായ മുറിയാണ് അഭികാമ്യം. അസ്വാതന്ത്ര്യത്തെ ഉണ്ടാക്കുന്നതോ അശാന്തി ഉണ്ടാക്കുന്നതോ ദുർഗന്ധം വമിപ്പിക്കുന്നതോ ആയ യാതൊന്നും പ്രസവമുറിയിൽ ഉണ്ടായിരിക്കരുത്. സമശീതോഷ്ണമായ അന്തരീക്ഷ ശുദ്ധി കൊണ്ട് നിറയപ്പെട്ട നിലയിൽ വേണം പ്രസവമുറി സജ്ജീകരിക്കേണ്ടത്. അതൊരു പ്രാർത്ഥനാലയം പോലെ ശുദ്ധവും ശാന്തവുമായിരിക്കണം. സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.